മലപ്പുറം കോണംപോറുള്ള ട്രൂ വാല്യൂല് ഒരു അടിപൊളി മേള നടക്കാൻ പോകുന്നുണ്ട് ജൂൺ 22, 23, 24 തീയതികളിലായിട്ട്. പറഞ്ഞ തെറ്റുണ്ടോ? ഇല്ലല്ല, കറക്റ്റാ. അതിന്റെ അതിൽ ഏറ്റവും ആദ്യത്തെ വണ്ടി മാക്സിമം കിടില റേറ്റിലെ വണ്ടി വരുന്നത്. ഡീറ്റെയിൽ എങ്ങനെയാണ്? 2023, 21 സ്വിഫ്റ്റ് ഫുൾ ഓപ്ഷൻ ZXi ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ZXi എന്നുള്ളത് അന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AMT എന്നുള്ള ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലാണ് വരുന്നത്. അപ്പം നിലവിൽ വണ്ടി രജിസ്റ്റർ ചെയ്തതാണോ അല്ലെങ്കിൽ ടെമ്പററി രജിസ്ട്രേഷനിലാണ് ഉള്ളത്. ഇപ്പൊ ഇനി എടുക്കുന്ന ആളുകൾക്ക് നമുക്ക് സിംഗിൾ RC കൊടുക്കാം. അതായത് ഫസ്റ്റ് ഓണർ വരും. ഓക്കെ. അപ്പം നോർമലി പറയുകയാണെങ്കിൽ ഇത് കമ്പനി ഡെമോ വണ്ടിയാണ്. ഡെമോ വണ്ടി അതിനെ കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം സാധാരണ കമന്റ് ഒക്കെ വരും മാക്സിമം റഫ്യൂസ് ചെയ്ത വണ്ടിയാണ്. ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതിന് 1 year വാറന്റിയും 1 year സർവീസും കൊടുക്കുന്നത്. മെക്കാനിക്കലായി ടോട്ടൽ വണ്ടിക്ക് വാറന്റി ഉണ്ട്. അത് നല്ലൊരു മുന്നേറ്റമാണ്. കാരണം ഡെമോ വണ്ടി എന്ന് പറയുന്ന ആൾക്കാർക്ക് സ്വതവേ ഒരു നെഗറ്റീവ് ചിന്താഗതി ഉണ്ടാവും, മോശം വണ്ടി ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് വാറന്റി 1 year കൊടുക്കുന്നുണ്ട്. സർവീസും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ച വണ്ടിയാണ്. ഫുള്ള് കമ്പനി സർവീസ് തന്നെയാണ്. ഫുള്ള് കമ്പനി സർവീസ് ആണ്. റീപ്ലേസ് എന്തെങ്കിലും പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അതുകൊണ്ടാണ് ഈ വാറന്റി ഇഷ്യൂ ആണ്. മേജർ ആയിട്ട് ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വാറന്റി ഇഷ്യൂ ആണ്. അത് ടോട്ടൽ എഞ്ചിന് മുതൽ ഗിയർ ബോക്സ്, സ്റ്റാറിംഗ് ബോക്സ് ടോട്ടലായിട്ട് വാറന്റി ഉണ്ടാവും. മെക്കാനിക്കലായിട്ട് എല്ലാം മുതൽ ബാക്ക് വാറന്റി ഉണ്ട്. ഇനി എടുക്കുന്ന ആൾക്ക് രജിസ്റ്റർ ചെയ്യാത്ത വണ്ടി അതിനെ കൊണ്ട് തന്നെ യൂസ്ഡ് കാർ ലോൺ ആയിട്ട് ആയിരിക്കില്ല. അല്ലല്ല, ന്യൂ കാർ ലോൺ ഇതായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ ഏകദേശം ഒരു 5% നമുക്ക് ചെയ്ത് കൊടുക്കും ചെയ്യാം. അതായത് ന്യൂ കാർ എങ്ങനെ പർച്ചേസ് ചെയ്യണോ സെയിം റേറ്റ് തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ഇതും ചെയ്യാം. ഓക്കെ. പുതിയ സ്വിഫ്റ്റ് ZXiക്ക് AMTയിലേക്ക് വരുന്ന AMT വരുന്നുണ്ട്. AGS അല്ലേ? ഇപ്പം AGS ZXiലേക്ക് വരുന്ന പുതിയ സ്വിഫ്റ്റ് 3 സിലിണ്ടർ ആണ്. അതിന് ഏകദേശം 11 പുറത്ത് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന നേരം 21 സ്വിഫ്റ്റ് വാറന്റി ഉൾപ്പെടെ അത് ന്യൂ, അതായത് പുതിയ ഒരാൾ എടുക്കുന്നത് ന്യൂ കാർ ഫസ്റ്റ് ഓണർ പോലെ തന്നെ കിട്ടുന്നുണ്ടാവും. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 4 സിലിണ്ടർ ആണ്, 1.2 ലിറ്റർ K സീരീസ് 3 സിലിണ്ടർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് കംഫർട്ടബിലിറ്റി, ഡ്യൂറബിലിറ്റി, അതേപോലെ തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ, റിഫൈൻമെന്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. മൈലേജ് എങ്ങനെയായാലും 18 റേഞ്ചിൽ ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്നേരും ഈ ഒരു എഞ്ചിനിൽ, ഈ ഒരു ട്രാൻസ്മിഷനിൽ കിട്ടുന്നുണ്ട്. ടയറൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട്. അപ്പൊ നിലവിൽ ആൾക്ക് എടുക്കുന്ന ആൾക്ക് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. എടുക്കുന്ന ആൾക്ക് ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡിൽ എടുക്കാം. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മലപ്പുറം ജില്ലയിൽ കോണംപാറയുള്ള ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് AM മോട്ടോഴ്സിന്റെ നെറ്റ്സൈൻ്റെ ഷോറൂമാണ്. തൊട്ടടുത്തുള്ള ട്രൂ വാല്യൂലാണ് ഇപ്പൊ നിലവിലുള്ളത്. ആദ്യത്തെ വണ്ടി സ്വിഫ്റ്റ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ള വണ്ടികളൊക്കെ എന്താ അവസ്ഥ? ഇനിയുള്ളത് നമുക്ക് ഹുണ്ടായിന്റെ വണ്ടികളുണ്ട്, ഹോണ്ടന്റെ വണ്ടികളുണ്ട്, ടാറ്റന്റെ വണ്ടികളുണ്ട്, ഏകദേശം ഓട്ടോമാറ്റിക് ഉണ്ട്. അത് നിങ്ങളെ കാര്യം. കസ്റ്റമർ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടി ഉണ്ടോ? ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്. എടുത്ത പണി കിട്ടുന്ന വണ്ടി ഉണ്ടോ? പണി കിട്ടുന്ന വണ്ടികളില്ല, പണി കിട്ടുന്ന വണ്ടികൾ കുറവാണ്. അതുകൊണ്ട് വാറന്റി കൊടുക്കുന്ന വണ്ടി 1 year എഞ്ചിനും ഗിയർ ബോക്സും നമുക്ക് കുറഞ്ഞ മോഡലിൽ വാറന്റി കൊടുക്കുന്ന വണ്ടികൾ. മേളയൊക്കെയാണ്. അപ്പൊ അതിനെ കൊണ്ട് ഓഫേഴ്സ് അഥവാ വാല്യൂ ഫോർ മണി, നിങ്ങൾ തരുന്ന പൈസക്കുള്ള മുതൽ നിങ്ങൾ തരുന്ന വണ്ടിയിലുണ്ടോ? അതുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. ഒരു 5000 രൂപ ഡാഷ്ബോർഡ് ക്യാമറ നമ്മൾ, അതായത് ഇവിടുന്ന് ചെയ്യുന്ന ഓരോ പർച്ചേസിനും ഒരു 5000 രൂപയുടെ കൂപ്പൺ ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് ആക്സറീസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കുള്ള ഒരു വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. വീഡിയോ സമീർക്ക് അടുത്തത് ഡാറ്റ്സന്റെ റെഡിഗോ ആണ്. KL9 പാലക്കാട് രജിസ്ട്രേഷൻ. ശരിക്കും യൂസ്ഡ് കാർ എടുക്കുകയാണെങ്കിൽ ആൾക്കാർ എപ്പോഴും പ്രിഫർ ചെയ്യും പാലക്കാട് വണ്ടികളോടാണ്. അതെ, കാരണം നല്ല റോഡാണ്, നല്ലപോലെ ട്രാഫിക്കിൽ ഓടിക്കുന്ന ആൾക്കാരാന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതെ, ഉള്ളതാണോ? റോഡ് നല്ല റോഡാണ്. പിന്നെ വണ്ടി എന്താ വെച്ചാൽ കണ്ടീഷനിൽ ഓടിച്ച വണ്ടിക്ക് എന്താ മാർക്കറ്റ് കൂടുകയും ചെയ്യും. ഇതിപ്പോ എന്താ അവസ്ഥ? 2019 മോഡലാണ്. 36,000 കിലോമീറ്റർ ആകെ ജെന്യൂനായിട്ട് ഓടിയിട്ടുള്ള വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ആണ്. നമുക്ക് 2.15 വണ്ടി കൊടുക്കാം. 36,000 കിലോമീറ്റർ ഓടിയ 19 മോഡൽ വണ്ടി കേട്ടോ. 800cc എഞ്ചിനാണ്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അപ്പം ഈ ഒരു വണ്ടി ഇപ്പൊ നിലവിലുള്ള കണ്ടീഷനൊക്കെ എങ്ങനെയാ? നിലവിൽ വണ്ടി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താണ്. എഞ്ചിനും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് വെച്ചാണ്. നമ്മൾ പ്രീ ചെക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടുക്കുന്നൊക്കെ എന്തെങ്കിലും ടെൻഷൻ അടിക്കാൻ മാത്രമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും? ഇല്ല, ഇതിൽ നമുക്ക് ഒക്കെ ചെക്കപ്പ് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 year വാറന്റി നമുക്ക് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും ചെയ്യാം. എഞ്ചിനും ഗിയർ ബോക്സിന്റെ വാറന്റി നമുക്ക് എക്സ്ട്രാ ആഡ് എക്സ്ട്രാ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് 2020 സ്പോർട്സ് ആണ് വരുന്നത്. അതും സാൻഡ്രോ സ്പോർട്സ്. കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ഏകദേശം 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് റൈറ്റ് ഒരു 3.95 പ്രൈസ് വരുന്നത്. ഓണർഷിപ്പ് എത്രയാണ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ചെക്ക് ചെയ്ത വണ്ടികളാണ്. സാൻഡ്രോ 2020 സ്പോർട്സിലേക്ക് നോക്കുന്നേരം വേരിയന്റ് സൈഡിൽ സാൻഡ്രോ 2020 ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഡ്യുവൽ എയർ ബാഗ്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഇത്രയ്ക്കായിരിക്കും ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. എല്ലോയ്സ് വരുന്നില്ല. സ്പോർട്സിലേക്ക് വരുന്ന നേരം എത്ര റേറ്റ് എത്ര ചോദിക്കുന്നത്? 2016 3.95 നമുക്ക് പ്രൈസ് വരുന്നത്. 3.95. ലോൺ എന്തായാലും ഫുൾ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും മേള അനുബന്ധിച്ചിട്ടുള്ള റേറ്റ് കുറച്ച് കൊടുക്കലാണ്. അത് നമുക്ക് വേറെ ഡിസ്കൗണ്ട് ആയിട്ട് വേറെയും ചെയ്ത് കൊടുക്കാം. ഷമീർക്ക് അടുത്തത് 2015 ഹോണ്ട ബ്രിയോ ആണ് വരുന്നത്.
KL07 കൊച്ചി രജിസ്ട്രേഷൻ ആണ്. അതെ അതെ 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നമുക്കൊരു 3.5 രൂപക്ക് കൊടുക്കാം. 1.2 ലിറ്റർ ഹോണ്ടയുടെ പെട്രോൾ ആണ് വേരിയന്റ്. എഞ്ചിനായിരിക്കും, പെട്രോൾ എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവും. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. SMT എന്നുള്ള വേരിയന്റിലേക്ക് വരുന്ന നേരം AC പവർ സ്റ്റിയറിംഗ് കൺട്രോൾസ്, 4 പവർ വിൻഡോസ്, ഇത്രയ്ക്കായിരിക്കും ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, എയർ ബാഗ്സ്, ഇങ്ങനത്തെ ഫീച്ചേഴ്സ് എസിലേക്ക് വരുന്ന നേരം കിട്ടുന്നുണ്ടാവില്ല. റെഡ് കളറാണ്, അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? ഇത് ഡിക്കി ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഓണർഷിപ്പ് എത്രയത്? ഓണർഷിപ്പ് നമുക്ക് വരുന്നത് സെക്കൻഡ് RC ആണ്. നിലവിൽ സെക്കൻഡ് RC ഓണർ, 2015 ബ്രയോ SMT. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് ഫുൾ ഓണിൽ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? റേറ്റ് കുറയൂലേ? റേറ്റ് നമുക്ക് അതായത് മേളയിലുള്ള ഡിസ്കൗണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാന്നല്ലേ? വണ്ടി നിലവിലുള്ള കണ്ടീഷൻ വാറന്റി ചെയ്യാൻ പറ്റും. 2015 മോഡൽ. 15 നമുക്ക് നോർമൽ വാറന്റി വരെ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ പെട്രോൾ വണ്ടികളാകുമ്പോൾ കംപ്ലൈൻസും കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്ത് വെച്ച വണ്ടികളാണ്. ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിനും ബേസിക്കലി തല്ലി കൊണ്ടാലും ചാവില്ല ടൊയോട്ടോ പോലെ തന്നെ. അതെ. പക്ഷെ നല്ല ചോദിച്ചെന്നുള്ളൂ. നമുക്ക് മുതലാണത്, എടുക്കണാക്ക് മുതലാണ്. 3.5 ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു ഫാമിലി കാർ ഫുൾ ഓണും കിട്ടും. ഫുൾ ഓണിൽ ചെയ്തു. പക്ഷെ അവർക്ക് അടുത്തത് 2018 i10 സ്പോർട്സ് ആണ് വരുന്നത്. ഗ്രാൻഡ് ഐറ്റൻ സ്പോർട്സ് ആണ്. 1200 cc എഞ്ചിൻ വരുന്ന കാപ്പ എഞ്ചിൻ. സ്പോർട്സ് എന്നുള്ള വേരിയന്റില് പെട്രോളില് നമുക്ക് 13-15 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് നിലവിൽ സിംഗിൾ ആണുള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നമുക്ക് 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വാറന്റി കൂടി ഉണ്ടാവും ഈ വണ്ടിയിലോട്ട്. ഓക്കെ. ഡീലർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇങ്ങനെയുള്ള ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോസിന്റെ കൂടെ തന്നെ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നും വരുന്നില്ല. പെട്രോൾ വണ്ടിയാണ്, അത്യാവശ്യം ഡീസന്റ് മൈലേജ് കിട്ടുന്നൊരു സ്റ്റാൻഡേർഡ് ഫാമിലി കാറാണ്. വാറന്റി കാര്യം നിങ്ങൾ എന്തെങ്കിലും? 1 ഇയർ വാറന്റി എഞ്ചിനും ഗിയർ ബോക്സിനും നമ്മൾ 1 ഇയർ വാറന്റി കിട്ടും. 1 ഇയർ വാറന്റി കിട്ടും. അതെ. ഓക്കെ. അപ്പൊ അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. 18 സ്പോർട്സ് റേറ്റ് എത്രയൊക്കെ? 4.30 കൊടുക്കാം നമുക്ക് വണ്ടി. 4.30 കുറയും. അതിൽ നമുക്ക് മേളയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ എന്നൊക്കെ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഫുൾ ലോൺ 95 വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 95% വരെ നമുക്ക് ഇതിൽ ലോൺ ചെയ്ത് കൊടുക്കാം. ബാക്കി പ്രൊഫൈൽ ഡിപെൻഡ് ആണെന്നുള്ളത്. പ്രൊഫൈൽ ഡിപെൻഡ്. ഓട്ടോമാറ്റിക് ആണ്, നെക്സോൺ ആണ്, പെട്രോൾ ആണ്. ഡീറ്റെയിൽ എങ്ങനെയാണ്? 2018 XMA ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നെക്സോൺ 18 മോഡലാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. XMA എന്നുള്ള വേരിയന്റ് എന്ന് പറയുകയാണെങ്കിൽ മിഡിൽ ഓപ്ഷൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. HC, XM, XT, പിന്നെ HZ എന്നുള്ള വേരിയൻസ് ആയിരുന്നു അന്ന് നെക്സോണിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇറങ്ങുന്ന സമയത്ത് ഏകദേശം വണ്ടിക്ക് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 9.5 റേഞ്ചിലാണ് പെട്രോൾ ഓട്ടോമാറ്റിക്കലി റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, പിന്നെ ഡ്യുവൽ എയർ ബാഗ് ഒക്കെ ആയിരിക്കും. അന്ന് ഇറങ്ങിയപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും സേഫസ്റ്റ് കാറായിരുന്നു. പിന്നീട് XUV 300 വന്നു, വെട്ടിച്ചു. ഇപ്പൊ നിലവിൽ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ഒരു സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബാക്ക് ക്യാമറയും ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്യാവശ്യം ടയേഴ്സും കാണുന്നുണ്ട്. മൈലേജ് സൈഡിൽ നോക്കുകയാണെങ്കിൽ 1.2 ലിറ്റർ എഞ്ചിൻ നമുക്ക് ഏകദേശം ആവറേജ് 14-15 റേഞ്ചിൽ ആവറേജ് പറയും. 13-14 ആ റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? അപ്പൊ നിലവിൽ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്പോൾ 2018 മോഡൽ XM നെക്സോൺ റേറ്റ് എത്ര ചോദിക്കുന്നത്? നമുക്ക് 5.35 വരുന്നത്. അതിൽ നമുക്ക് നെഗോഷ്യബിൾ ആണ്. മേള ആയതുകൊണ്ട് നമുക്ക് അതിലും ചെയ്ത് കൊടുക്കാം റേറ്റില്. ഇപ്പം ഫുൾ ലോൺ ഒക്കെ പറയാൻ പറ്റുമോ? ഫുൾ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രൊഫൈൽ അയക്കാം. ഫുൾ ലോണിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. വേറെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും വരും. പക്ഷെ അവർക്ക് അടുത്തത് എറ്റിയോസിന്റെ ലിവയാണ്. KL65 കേരള വണ്ടിയാണോ? കേരള വണ്ടിയാണ്. രജിസ്ട്രേഷനാ? അല്ല, തിരൂരങ്ങാടി രജിസ്ട്രേഷൻ. KL65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ. VD ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. അല്ല, VHD ഇല്ല 19-ലൊക്കെ? 19 VHD ആണ് ഫുൾ ഓപ്ഷൻ. ഇത് VD-യിൽ ഡ്യുവൽ ടോൺ വരുന്നതാണ്. ഇത് ശരിക്കും കസ്റ്റമർ ചെയ്താണോ അല്ലെങ്കിൽ കസ്റ്റമർ ചെയ്താണല്ലേ? VD-യിൽ ഡ്യുവൽ ടോൺ എന്ന് പറയുന്ന എല്ലോയ്സ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, പിന്നെ ഡ്യുവൽ എയർ ബാഗും ആയിരിക്കും VD-ലേക്ക് വരുന്നവരുണ്ടാവുക. ആഫ്റ്റർ മാർക്കറ്റ് അല്ല, കമ്പനി എല്ലോയ്സ് തന്നെ വരുന്നുണ്ടാവും. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിവയിലൊക്കെ കാണുന്ന ഇതിന്റെ എഞ്ചിനാണ്. 1.4 ലിറ്റർ എഞ്ചിനാണ്. ഏകദേശം 20ന്റെ പുറത്ത് കണ്ണുപൂട്ടി മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേസമയത്ത് മെയിൻ്റനൻസിലേക്ക് വരുന്ന നേരം വലിയൊരു മെയിൻ്റനൻസും വരുന്നില്ല. അപ്പം 19 ലിവ എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ VD. കിലോമീറ്റർ ആകെ 48,000 കിലോമീറ്റർ ആകെ ജെനുവിനായിട്ട് ഓടിയിട്ടുള്ളൂ വണ്ടി. ആകെ 48,000 ഓടിയിട്ടുള്ളൂ. നമുക്ക് റൈറ്റ് വരുന്നത് A15 ആണ്. ഹിസ്റ്ററി പക്കയാണ്. ഇതില് മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. മെയിൻ ഗ്ലാസ് അറിയാണ്. വേറെ മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല.
വാറന്റി കൊടുക്കാൻ പറ്റും? വാറന്റി നമുക്ക് 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വാറന്റി കൊടുക്കാൻ പറ്റും. എടുക്കുന്നവർക്ക് വേറെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും നിലവിൽ പെൻഡിങ് ആയിട്ട് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ഫുള്ള് ക്ലീൻ ആയിട്ട് വെച്ച വണ്ടിയാണ്. അല്ല 48 വർക്ക് കാണാറില്ല ഉള്ള പറഞ്ഞ ഡീസൽ വണ്ടിയിൽ കാണാറില്ല. ഡീസലിൽ ഉണ്ടാവില്ല. അപ്പോ വേറെ നെഗറ്റീവ് ആയിട്ടുള്ളതിനെ കൊണ്ട് പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കുക അങ്ങനത്തെ കേസൊന്നും ആയിരിക്കില്ല. ഇല്ല അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. ചെക്ക് ചെയ്ത വണ്ടിയാണ്. ഓഫർ റേറ്റിലായിട്ട് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? A15 ആണ് നമുക്ക് ഓഫർ റേറ്റ് പോയിരുന്നത്. മേളയിലാണ്. മേളയിൽ ചെറിയ ഡിസ്കൗണ്ട് റേറ്റ് കാണാറുണ്ട് കൂടെ കാണാറുണ്ട്. ഇത് നമുക്ക് A15 നമ്മളിപ്പോ സെല്ലിംഗ് പ്രൈസ് ഉള്ളത്. ചെറിയ നെഗോഷ്യബിൾ ആണ്. ചെറുത് റേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മെയിൻ ഗ്ലാസ് മാത്രമല്ലേ മാറിയിട്ടുള്ളൂ? ബോണറ്റ്, ചേസ്, റേഡിയേറ്റർ അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. മെയിൻ ഗ്ലാസ് ആണ് മെയിൻ ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇതിലില്ല. ഫ്രണ്ട് ഇടിച്ചതല്ല, എന്തോ കാര്യമായിട്ട് ഗ്ലാസിന്റെ മുകളിലേക്ക്. ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് ഏകദേശം ഒരു 6 വരെ ഒരു 90% വരെയൊക്കെ നമുക്ക് കൊടുക്കാം. 90 ഏകദേശം മാക്സിമം കൊടുക്കാം. എടുക്കുന്നതൊക്കെ എന്തായാലും മുതലാണ്. കാരണം ഒരു 10 കൊല്ലം കഴിഞ്ഞ് വിറ്റാലും അത്യാവശ്യം നല്ല വിലയും കിട്ടും. അത്രയും കൊല്ലം ടൊയോട്ടയുടെ എഞ്ചിനാണ്, ലൈഫും ഉണ്ടാവും. 10 ലക്ഷം കിലോമീറ്റർ കൂടിയ വണ്ടികൾ നിലവിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഹോണ്ടയുടെ അമേസ് പെട്രോളോ ഡീസലോ? ഡീസലാണ് വരുന്നത്. 1.5 ജാസില് എംഐസില് ഒക്കെ വരുന്ന സെയിം എഞ്ചിൻ. വേരിയന്റ് ഏതാ വരുന്നത്? ഇത് എസ് ആണ് ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആണ്. അതെ. 2016 മോഡല് 1.10 വണ്ടി ഓടിയിട്ടുള്ളത്. നമുക്ക് 4.25 വണ്ടി കൊടുക്കാം. ബാക്ക് സെൻസേഴ്സും ബാക്ക് ക്യാമറയും കാണുന്നുണ്ട്. അലോയ്സ് ഉണ്ട്. എല്ലോയ്സും ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ട്. അവർ ചെറിയൊരു സ്ക്രീൻ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തായിട്ടും കാണുന്നുണ്ട്. കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞത്? കിലോമീറ്റർ 1.10, 1,10,000 കിലോമീറ്റർ. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് RC ആണ് വരുന്നത്. റീപ്ലേസ് ഒന്നുമില്ല. റേറ്റ് എത്ര 2016 എംഎസിന്? 4.25. 4.4 ഫുൾ ലോൺ കയറുമല്ലോ. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 20 പുറത്ത് മൈലേജ് കിട്ടുന്നുണ്ടോ? വലിയൊരു മെയിൻ്റെനൻസ് വരുന്നില്ല. വേറെ വർക്ക് എന്തെങ്കിലും നിലവിൽ പെൻഡിംഗ് ഉള്ളതായിട്ട് ഇല്ല. വർക്ക് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ക്ലീൻ ആണ് വണ്ടി. മേജർ സർവീസ്, ക്ലച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തതാണ്. അതെ. അടുത്തത് ഇത് 2019 തിയാഗോ XM ആണ് വേരിയന്റ് വരുന്നത്. KL18 വടകര രജിസ്ട്രേഷൻ ആണ്. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. എത്രയാ? 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടേ ഉള്ളൂ. ഓൾഡ് ഷേപ്പ് ടിയാഗോ ആണ്. നമുക്ക് 4.5 റേറ്റ് വരുന്നത്. 4.35 നമുക്ക് ഓഫർ ആയിട്ട് ചെയ്ത് കൊടുക്കാം. 4.35 ഇനിയും കുറയോ? ഇനി ചെറിയ വേരിയേഷൻ എന്തെങ്കിലും അതൊന്നും നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോസ്, 2 എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവില്ല. XM എന്നുള്ള വേരിയന്റ് അതിനെ കൊണ്ട് ആഫ്റ്റർ മാർക്കറ്റ് ഒരു സ്റ്റീരിയോയും ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 28 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 28,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. VS4 വണ്ടിയാണ്. എങ്കിൽ കൂടെ 1200 cc 1.2 ലിറ്റർ റെവട്രോൺ എന്നുള്ള ടാറ്റയുടെ പെട്രോൾ എഞ്ചിനിൽ ഏകദേശം 18 റേഞ്ചിൽ 15-18 റേഞ്ചിൽ ഡീസന്റ് ആയിട്ട് മൈലേജും കിട്ടും. 3 സിലിണ്ടർ ആണ്. എങ്കിൽ കൂടെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. കിലോമീറ്റർ അധികം ഓടിയിട്ടില്ല. ലോൺ എത്ര പറയാൻ വേണ്ടി പറ്റും? ലോൺ നമുക്ക് ഇതിൽ ഫുൾ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം. 2023 മോഡലാണ് വരുന്നത്. ആകെ 10,000 കിലോമീറ്ററിന് ഉള്ളിലെ വണ്ടി ഓടിയിട്ടുള്ളൂ. KL53 രജിസ്ട്രേഷൻ ആണ്. അതും ഡെൽറ്റ പ്ലസ് AGS ആട്ടോ, ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഡെൽറ്റ പ്ലസ് AGS ആകെ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. റേറ്റ് എത്ര ചോദിക്കുന്നത്? 9.80 ആണ് നമുക്ക് റേറ്റ് വരുന്നത്. 9,80,000. ഡെൽറ്റ പ്ലസ് അതിനെ കൊണ്ട് 1200 cc ആയിരിക്കും വരുന്നുണ്ടാവുക. പുതിയ വണ്ടിക്ക് ഏകദേശം 11 എത്ര ഉണ്ട്? 11.5 റേഞ്ചിൽ ഏകദേശം നമുക്ക് പുതിയ വണ്ടിക്ക് വരും. പുതിയ വണ്ടിക്ക് റേറ്റ് വരുന്നുണ്ട്. ഇതിനിപ്പോ എത്ര റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് 9.80, 9,80,000 രൂപയാണ് നമുക്ക് ആസ്കിങ് വരുന്നത്. ചെറിയ റേറ്റിൽ നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. 9.5 ലോൺ കിട്ടും. 9.5 9.25 വരെയൊക്കെ നമുക്ക് നോർമൽ നോക്കാം. അത്യാവശ്യം ട്രാക്ക് ഉള്ളവർക്ക് ഏകദേശം ഒരു മിനിമം നല്ല സിമ്പിൾ ആയിട്ട് ഒരു 1 lakh ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ ഇറക്കി കൊടുക്കാം. അതല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ വണ്ടി ഇറക്കാം. ഇത് 23 വണ്ടി. അപ്പൊ അതിനെ കൊണ്ട് 26 വരെ വാറന്റി ഉണ്ട്. പിന്നെ 27 വരെ ട്രൂ വാല്യൂ വാറന്റി ഉണ്ടാവും. 3 ഫ്രീ സർവീസ് പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. ഈ 10,000 കിലോമീറ്ററിനിടയിൽ ഫ്ലഡ്, മേജർ ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഫുൾ വാറന്റി ആണ്. അങ്ങനത്തെ ഒരു ഇഷ്യൂ വണ്ടിയിൽ വരുന്നില്ല. അപ്പൊ നമ്മള് സാധാരണ കാണുന്ന K സീരീസ് എഞ്ചിന്റെ തന്നെ K12N എന്നുള്ള എഞ്ചിനാണ് വരുന്നത്. ഡ്യുവൽ ജെറ്റും ട്രിപ്പിൾ ജെറ്റ് എന്നൊക്കെ പേര് പറയുന്നുണ്ട്. ഡ്യുവൽ ജെറ്റ് തന്നെ നമ്മൾ പുതിയ സ്വിഫ്റ്റിലൊക്കെ കാണുന്ന പോലത്തെ സെയിം ടെക്നോളജി തന്നെ. അപ്പോൾ അതിൽ മൈലേജ് സാധാരണ നോർമലി കാണുന്നതിനേക്കാളും കൂടുതലാണ്. ഇതിൽ ഏകദേശം ആവറേജ് 18 റേഞ്ചിലാണ്. അതിന്റെ മേലെ പറയുന്നുണ്ട്. ആവറേജ് കസ്റ്റമർ കിട്ടുന്ന ഫീഡ്ബാക്കിൽ 18 റേഞ്ചിൽ കസ്റ്റമർക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഈ വണ്ടിക്ക് മുന്നേ ഇവിടെ എത്രയായിരുന്നു റേറ്റ് വെച്ചത്? ഇത് നമുക്ക് 13 ലക്ഷം ആസ്കിങ് വന്നിട്ടുണ്ടായിരുന്നത്.
നമുക്ക് ഇത് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം ഇതിന് 19 അടുത്ത് റേറ്റ് ഉണ്ടായിരുന്നു. റേറ്റ് വരുന്നുണ്ട്. ഇവിടെ മുന്നേ ചോദിച്ച റേറ്റ് 13. 13. ഓക്കെ, 13.5 റേഞ്ചിലായിരുന്നു ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഇപ്പൊ ഇതിന് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 11,10,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 11,10 ആയിട്ടുണ്ട് ഇപ്പൊ റേറ്റ്. 2020 ആണോ 21 മോഡലാണോ? 21 മോഡല്. 2021 മോഡല് നെക്സോൺ EV XZ പ്ലസ് LR ലോങ് റേഞ്ച് എന്നുള്ള വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതെ. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും വന്നിട്ടില്ല. 53,000 റേഞ്ചിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. XZ പ്ലസ് എന്നുള്ള ഫുൾ ഓപ്ഷനിലേക്ക് വരുന്ന നേരം എയർ ബാഗ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. മൈലേജ് ഏകദേശം 300-400 ആ റേഞ്ചിലൊക്കെ കമ്പനി പറയുന്നുണ്ട്. 250 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ടയേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. ഈ വണ്ടിയെ കൊണ്ട് നിലവിൽ നമുക്ക് ലോൺ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവോ? നെക്സോൺ EVക്ക് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. എത്ര ലോൺ കിട്ടുന്നുണ്ടാവും? ഇതിൽ ഏകദേശം ഫുൾ ലോൺ ചെയ്യുന്നുണ്ടാവില്ല. ഏകദേശം ഒരു 80% ലോൺ നമുക്ക് ഇതിലും ചെയ്ത് കൊടുക്കാം. EV വണ്ടിയിൽ നമുക്ക് 80% ലോൺ ഇതിലും ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 8-9 ലക്ഷം രൂപയ്ക്ക് ലോൺ കിട്ടുന്നുണ്ട്. എടുക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ബാറ്ററിക്ക് തന്നെ ഏകദേശം നല്ലൊരു കോസ്റ്റ് വരും. അപ്പോൾ ആ ഒരു കോസ്റ്റ് ഓടി മുതലാക്കുന്നതിന് ബാറ്ററി കംപ്ലൈന്റ് വരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ നിലവിൽ ബാറ്ററി ഹെൽത്ത്, ബാറ്ററി കണ്ടീഷൻ എന്താണ്? ബാറ്ററിയിലും ഇതാണ്. പിന്നെ അതിൽ ഓൾറെഡി ബാറ്ററിക്ക് വാറണ്ടി ടാറ്റയിൽ വരുന്നുണ്ട്. എക്സ്പയർഡ് ആയിട്ടില്ല. വാറണ്ടി ഇപ്പോഴും നിലവിലുണ്ട്. വാറണ്ടി പീരീഡിൽ തന്നെ നിലവിലുള്ളത്. അതെ. എടുക്കുന്ന വേറെ ബാറ്ററിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണം. ബാറ്ററി മോട്ടറും ഇഷ്യൂ കാര്യങ്ങളില്ല. ഓൾറെഡി വാറണ്ടി ടാറ്റയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് വിശ്വസിച്ചൊരു പുതിയ നെക്സോൺ EV ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 20ന്റെ അടുത്ത് തന്നെ വണ്ടിക്ക് റേറ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന വാല്യൂ ഫോർ മണിയുള്ള വണ്ടിയാണ്. 11 ലക്ഷം രൂപ ഏകദേശം പകുതി വിലക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓഫർ ആയിട്ട് ചെയ്തോ. അത് നമ്മൾ ഈ ഇതിലുള്ള ഓഫർ ആട്ടോ. മേളയുള്ള ഓഫർ ആയിട്ട് പുറത്ത് റേറ്റ് വരുന്ന വണ്ടി. ഇത് XUV 300 ആണ്. 2021 മോഡല് 36,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. അതിന്റെ തന്നെ ഓട്ടോമാറ്റിക്കിന്റെ അകത്ത് AMT അതും ഫുൾ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഏറ്റവും W8 എന്നുള്ള വേരിയന്റ് ആണ് വരുന്നത്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡ്രൈവറിന്റെ കാലിന് മുതൽ ഓരോ പില്ലറിന്റെ അകത്തും പിന്നെ കോ ഡ്രൈവർക്ക് ഒന്ന്, ഡ്രൈവർക്ക് ഒന്ന്, ടോട്ടൽ 9 എയർ ബാഗ്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും സേഫസ്റ്റ് കാർ എന്ന് വേണമെങ്കിൽ പറയാം. 5 സ്റ്റാർ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് ഉണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് അതേപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. പിന്നെ ABS, EBD, സ്റ്റിയറിംഗ് കൺട്രോൾസ് മുതൽ ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഹിൽ ഹോൾ അസിസ്റ്റ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി ഇതിനെക്കൊണ്ട് ഏകദേശം 12-13 റേഞ്ചിൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് നോർമലി മൈലേജ് കിട്ടുന്നുണ്ടാവും. ഇവിടെ ഇപ്പൊ എത്ര നിലവിൽ റേറ്റ് ഒക്കെ 21 വണ്ടിക്ക്? ഇത് 21 വണ്ടിക്ക് നമുക്ക് 10-15 ആണ് പ്രൈസ് വരുന്നത്. ലോണൊക്കെ എത്ര പറയാൻ പറ്റും? ലോൺ നമുക്ക് ഏകദേശം 9.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 9.5 ലക്ഷം വരെ ലോൺ ചെയ്തിട്ടുണ്ടാവും. KL11 BU കോഴിക്കോട് രജിസ്ട്രേഷൻ. വാറണ്ടി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും? വാറണ്ടി നമുക്ക് 1 ഇയർ വാറണ്ടിയും കൊടുക്കാം. ഇത് നിലവിൽ ഇപ്പോഴത്തെ വണ്ടി ഇറങ്ങുന്നത് 15 ലക്ഷം റുപ്യ ഓൺ റോഡ് നമുക്ക് റൈറ്റ് വരുന്നുണ്ട്. 15 ലക്ഷത്തിന്റെ അടുത്താണ് നമുക്ക് റൈറ്റ് വരുന്നത്. അതേപോലെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി കൂടെ ഉണ്ട്. XUV 500. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? ഇത് W9 ആണ് വേരിയന്റ് തന്നെ. 2018 വരുന്നില്ലേ? W11 വരുന്നത്. ഇത് W9 ആണ്, ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. 2018 ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയോ? ഇല്ല 77 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 77,000 റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ RC തന്നെ വരുന്നത് വണ്ടി. ഡീസന്റ് കിലോമീറ്റർ ആണ്. പിന്നെ ആസ്കിങ് വരുന്നത് നമുക്ക് 10.60 ആണ്. നെഗോഷ്യബിൾ ആണ്. ചെറിയ റേറ്റിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 10.60 2018 മോഡല്. 2018 W9. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ എയർ ബാഗ്സ്, ABS, പിന്നെ സൺറൂഫ് എല്ലാം വരുന്ന ബാക്ക് വൈപ്പറും ബാക്ക് സെൻസേഴ്സും എല്ലാം വരുന്നുണ്ട്. ഒരു 360 ക്യാമറന്റെ ഒരു കുറവ് മാത്രമല്ല. അത് അന്നും കമ്പനി ഇറക്കിയിട്ടില്ല. ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് ഏകദേശം ഒരു 9 വരെയൊക്കെ ചെയ്ത് കൊടുക്കാം. 9 അല്ല, ട്രാക്ക് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മേലൊക്കെ ചെയ്ത് കൊടുക്കാം. 9.5 റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 2018 വണ്ടിക്ക്. ഇത് 2020 അമേസ്, ഹോണ്ട അമേസ് CVT KL02 കൊല്ലം രജിസ്ട്രേഷൻ ആണ്. പെട്രോൾ ആണോ? പെട്രോൾ ആണ് വരുന്നത് വേരിയന്റ്. അതും S ആണ് ഓപ്ഷൻ വരുന്നത്. 20 പെട്രോൾ മാത്രമല്ലോ, ഡീസൽ ഇല്ലല്ലോ? 20 ഡീസൽ വരുന്നുണ്ട്. ഏകദേശം ലാസ്റ്റ് ഏകദേശം സ്റ്റോപ്പ് ആവുന്നല്ലേ? ഇല്ല 21 ഇതിൽ ഓട്ടോമാറ്റിക്കലി ഇറങ്ങുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഡീസലും വരുന്നുണ്ട്. അല്ല, ഡീസൽ അമേസ് കുറെ നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഏതാ വേരിയന്റ് വരുന്നത് പെട്രോളില്? പെട്രോൾ S ആണ് ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്,
AC പവർ സ്റ്റിയറിംഗ്, മൂഡർ, പവർ വിൻഡോസ്, ഇത്രയ്ക്കായിരിക്കും ഫീച്ചർ ആയിട്ട് വരും. അത്യാവശ്യം ടയറൊക്കെ കാണുന്നുണ്ട്. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറഞ്ഞു രീതിയിലുണ്ടോ? ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ 46,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയുള്ളത്. സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓൺ അല്ല സോറി സെക്കൻഡ് ആർസി ആണ് വരുന്നത്. സെക്കൻഡ് ആർസി റീപ്ലേസ് ഒന്നുമില്ലല്ലോ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് നമുക്ക് 30 ആണ് പ്രൈസ് വരുന്നത്. അത് നമ്മൾ ഓഫറിന്റെ റേറ്റ് ആണ്. പിന്നെ അതിലും നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് ഓഫറിൽ ഇത് ചെയ്ത് കൊടുക്കാം, മേളിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇവരെ കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇവരെ മേള നടക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ കോണോമ്പാറയാണ്. കോണോമ്പാറ മെയിൻ റോഡ് തന്നെയാണ്. ഇവിടെ നേരെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എ മോട്ടോഴ്സിൻ്റെ ട്രൂ വാല്യൂ ലൊക്കേഷനാണ്. മച്ചിങ്ങിലൊക്കെ എത്തുന്നതിന് മുന്നേ കോണോമ്പാറ എന്നുള്ള ലൊക്കേഷൻ. ഇവിടെ തന്നെ കുറേ ഇഷ്ടംപോലെ യൂസ്ഡ് കാർ യാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കമ്പയർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വാറണ്ടി കാര്യങ്ങൾ, ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികൾക്ക് ലോണ്, EMI, അതേപോലെ തന്നെ വണ്ടികൾക്ക് മെക്കാനിക്കൽ കണ്ടീഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഇവരെ കണ്ടിട്ടും, അതേപോലെ തന്നെ വണ്ടി കമ്പനിയിലാണെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഷബീറിൻ്റെ അടുത്ത്, ഷബീർ നേരെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് ബുക്ക് ചെയ്യാം. ഓക്കെ, മാക്സിമം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ചെയ്ത് കൊടുക്കാം. പിന്നെ ആക്സറീസിന്റെ അതും വേറെ നമ്മൾ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ വീഡിയോയിൽ പറയണം. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അഡിയോസ്.